കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്രേസ് ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈ നല്ല രാത്രി വന്ദനം ചൊല്ലുകയാണ്. ഒരു പകൽ കൂടെ നമ്മളെ വിട്ടു. ഈ നല്ല രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സ്വർഗസ്വനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരങ്ങളെയും നല്ല സമയങ്ങളെയും ഓർത്ത് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഈ ഗ്രേസ് ടി വിയുടെ എല്ലാ നല്ലവരായ ദൈവവചനം കേൾക്കാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ വന്ദനം ഞാൻ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. ഈ രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ദൈവസന്നിധാനത്തിൽ ഒരു വാക്യം വായിക്കാം. 89 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. 89 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. എസ്രാഹിനായ ഏഥാൻ്റെ ഒരു മനോഹരമായ ധ്യാനമാണ് 89 സങ്കീർത്തനം. ഇതിൻ്റെ ഒരു സങ്കീർത്തന പശ്ചാത്തലം പറയാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ഈ സങ്കീർത്തനത്തിനകത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിക്കാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചത് അതിൻ്റെ 20 വാക്യമാണ്. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. ദാവീദിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ 89 സങ്കീർത്തനം. അതുമാത്രമല്ല, ദാവീദിനെയും തൻ്റെ മകനായ ശലോമോനെ കുറിച്ചും ഈ സങ്കീർത്തനത്തിനകത്ത് പല കാര്യങ്ങൾ, അവരുടെ രാജ്യത്വത്തെക്കുറിച്ചും അതുപോലെ അവർക്ക് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഈ 89 സങ്കീർത്തനത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിന് ഒരു ടൈറ്റിൽ ഇടുവാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. വിശ്വസ്തനായ ദാവീദ് എന്ന സ്തോത്രം ഒരു ചിന്ത വെച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ നമുക്ക് തുടർന്ന് ഈ ഭാഗങ്ങളെ പ്രാർത്ഥനയോടെ ചിന്തിക്കാം. നമുക്കറിയാം, സ്തോത്രം, പ്രധാനമായും 3 രാജാക്കന്മാരായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചത്. 1 ശൗല്, 2 ദാവീദ്, 3 ശലോമോൻ. ഈ 3 പേരുടെ കാലഘട്ടങ്ങളിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ 3 ആളുകളെയും കുറിച്ച് ചുരുക്കം വാക്കുകളിൽ ഒന്ന് ചിന്തിച്ച് സ്തോത്ര പ്രാർത്ഥനയോടെ ഈ രാത്രിയിലത്തെ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു സ്തോത്രം ശൗൽ രാജാവ്. ശൗൽ എങ്ങനെയാണ് രാജാവായി നമുക്കറിയാം. തൻ്റെ അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ തേടി ഇറങ്ങിയ വ്യക്തി ചെന്നുപെട്ടത് പ്രവാചകന്റെ വീട്ടിലാണ്. വന്നു കയറിയപ്പോഴേ പ്രവാചകൻ തന്നോട് ദൂത് പറയുകയാണ്: കാണാതെ പോയ കഴുതകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, അതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. പക്ഷേ നിന്നെക്കുറിച്ചൊരു കാര്യം ദൈവത്തിന് പറയാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അങ്ങനെയാണ് ദൂത് പറഞ്ഞു തുടങ്ങുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 10, 11, 12, 13 വാക്യങ്ങളൊക്കെ വായിച്ചാൽ ശൗലിനെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവനും പ്രവാചക ഗണത്തിലുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുമാറ് ഒരു വലിയ അഭിഷേകത്താൽ ദൈവമായ കർത്താവ് ശൗലിനെ നിറച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സ്തോത്ര 11 അധ്യായത്തിന്റെ 14, 15 വാക്യമാകുമ്പോഴേക്കും ശൗലിനെ എന്ത് ചെയ്തു? ദൈവമായ കർത്താവ് ശമൂവേൽ എല്ലാവരും ചേർന്ന് ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി ഹല്ലേലൂയ അഭിഷേകം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ അഭിഷേകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സ്തോത്രം, അവൻ അത് നിവർത്തിച്ചിരിക്കും. നിന്റെ മേൽ കർത്താവ് ഒരു അഭിഷേകം ഹല്ലേലൂയ ദൈവമായ കർത്താവ് പകർന്നിരിക്കും. ഇനി ദൈവമായ കർത്താവ് ശൗലിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ദൈവത്തിന്റെ തിരുമനസ്സിനകത്ത്, തിരുഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇവൻ എൻ്റെ വചനത്തിനകത്ത് നിൽക്കും, ഇവൻ എൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഹല്ലേലൂയ അവൻ രാജ്യത്വം പ്രാപിച്ച ശേഷം രാജാവായി ഭരണം തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനം പാടെ മറന്നു, ദൈവത്തിന്റെ കൽപ്പന പാടെ മറന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം പാടെ മറന്ന് അവൻ ലോകത്തിലേക്ക് ഇറങ്ങുവാനിടയായി മാറി. 1 ശമൂവേലിന്റെ പുസ്തകം 15 അധ്യായത്തിലൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ കാണാം. ഒടുവിൽ
ശൗലിനെ ഞാൻ രാജാവാക്കിയല്ലോ എന്ന് ഓർത്ത് ദൈവം ദുഃഖിക്കുന്ന ഒരു കാഴ്ചയാണ് ഹല്ലേലൂയ 1 ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നു. ഇന്ന് രാത്രി ശൗലിന് വന്ന ഈ ഗതികേട് നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. അവൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തല്ലോ, ഒരു നന്മ കൊടുത്തല്ലോ എന്ന് ദൈവം ഓർത്ത് നമ്മളെ ആരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്, വ്യസനപ്പെടരുത്. കാര്യം ഹല്ലേലൂയ, ശൗലിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തപ്പോഴും അവൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി മാറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം പ്രാപിക്കുന്തോറും നാം ദൈവസന്നിധിയിൽ താഴണം. നാം ദൈവസന്നിധിയിൽ കൂടെ അല്ലെങ്കിൽ കുറെ കൂടെ നാം വിശ്വസ്തരാകണം. ദൈവത്തോട് നാം അവിശ്വസ്തത കാണിക്കരുത്. ഇവിടെ ശൗലിന് സംഭവിച്ച തെറ്റെന്ന് പറയുന്നത് അവൻ അവിശ്വസ്തനായി മാറി എന്നുള്ളത്. ഒടുവിൽ അവന്റെ രാജ്യത്വം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 15:28 ദൈവമായ കർത്താവ് ഹല്ലേലൂയ ശൗലിനോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ രാജ്യത്വം ഞാൻ കീറി, സ്തോത്രം, ഉത്തമനായ മറ്റൊരു വ്യക്തിക്ക് ഞാൻ കൊടുക്കും. കണ്ടോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുമനസ്സിനകത്ത് അത്രയ്ക്കും വേദനയും സങ്കടവുമാണ് ശൗലിനെ കുറിച്ച് ഉണ്ടായത്. നിന്റെ രാജ്യത്വം ഞാൻ കീറി മറ്റൊരുത്തിന്, അല്ലെങ്കിൽ ദാവീദിന്, നിന്നേക്കാൾ ഉത്തമനായ ഒരുത്തിന്, ദാവീദിന് ഞാൻ കൊടുക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ശൗലിന് ശേഷം അടുത്ത രാജ്യത്വത്തിലേക്ക് വരേണ്ടത് ഒരിക്കലും ദാവീദല്ല, ശൗലിന്റെ മക്കളാണ് രാജ്യത്വത്തിലേക്ക് വരേണ്ടത്. പക്ഷേ ദൈവം അവിടുന്ന് ഒരു കീറിയാണ് ദൈവം ആ രാജ്യത്വം എടുത്ത് ആർക്ക് കൊടുത്തത്? ഹല്ലേലൂയ, ദാവീദിന് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്, മനസ്സിനകത്ത് ഭയങ്കര ആനന്ദമുണ്ട്. ചില നന്മകൾ നീ അനുഭവിക്കുന്നത് ഹല്ലേലൂയ നിന്റെ പിതൃപാരമ്പര്യ വഴി ലഭിച്ചതല്ല. ഇന്ന് നീ കടന്നു പോകുന്ന ചില സന്തോഷകരമായ അനുഭവങ്ങളും സാധ്യതകളും ഹല്ലേലൂയ ചില സമൃദ്ധിയും അനുഭവിക്കുന്നത് ഹല്ലേലൂയ ദൈവമായ കർത്താവ് ചിലത് കീറിയെടുത്ത് തന്നതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തോട് നാം ആരും അവിശ്വസ്തത കാണിക്കരുതെന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി കേട്ടോണേ, ഹല്ലേലൂയ. അങ്ങനെ ദൈവമായ കർത്താവ് ശൗലിനെ എന്ത് ചെയ്തു? രാജസ്ഥാനത്ത് നീക്കി ഇങ്ങനെ ഹല്ലേലൂയ അടുത്തൊരു രാജാവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനി 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, അടുത്തത് ആരെയൊന്ന് അഭിഷേകം ചെയ്യുമെന്ന് കർത്താവ് ഇങ്ങനെ, യഹോവയായി ദൈവം ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഊടാടി സഞ്ചരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ അതാ ഹല്ലേലൂയ ആ കാട്ടിന്റെ അകത്ത് കിടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ലോകപ്രകാരം അവനെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കത്തില്ല, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവൻ, യേശുവിന്റെ വെറും ആടുകളെ മേയ്ക്കാൻ വേണ്ടി മാത്രം കാടിനകത്ത് വിധിക്കപ്പെട്ടവൻ, യേശുവിന്റെ നാമത്തിൽ. ചേട്ടന്മാരൊക്കെ വീട്ടിൽ നല്ല ആഹാരവും നല്ല സാധ്യതയും സ്തോത്രം കഴിച്ച് വീട്ടിൽ ജീവിക്കുമ്പോൾ ദേണ്ട ഒരുവൻ കാടിനകത്ത് കിടക്കുക. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വീട്ടിലേക്കല്ല ദൈവത്തിൻ്റെ കണ്ണ് പോയത്, വനാന്തരത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ കണ്ണ് ചെന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ഹല്ലേലൂയ. അവനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. വേണമെങ്കിൽ ഹല്ലേലൂയ കാടിനകത്ത് വെച്ച് അഭിഷേകം ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? അവൻ വിശ്വസ്തനായതുകൊണ്ട്, അവൻ നീതിമാനായതുകൊണ്ട് ദൈവമായ കർത്താവ് അവനെ എവിടെ കൊണ്ടുവന്നു? വനാന്തരത്തിൻ്റെ അകത്ത് നിന്ന് അവനെ വീടിനകത്ത് കൊണ്ടുവന്നു. സഹോദരന്മാരുടെയും അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ നിർത്തി ദൈവം അവനെ എന്ത് ചെയ്ത്? അഭിഷേകം ചെയ്ത്. ഈ രാത്രി ആരോട് പരിശുദ്ധാത്മാ പറയുന്നു? യേശു ഒറ്റപ്പെട്ട് കിടക്കുന്ന നിന്നെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി പൊക്കിയെടുക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ആരെയോ നോക്കി, ലൈവിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, ബലഹീനനായി കിടക്കുന്ന, അടുത്ത സ്റ്റെപ്പ് എന്തു വെക്കണമെന്നറിയാതെ വളരെ ഭാരത്തോടെ, വളരെ പ്രതിസന്ധിയോടെ കടന്നു പോകുന്ന ആരെയോ നോക്കി ആത്മാ പറയുന്നു, നിന്റെ ഒറ്റപ്പെട്ട മേഖലയിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുത്ത് നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം നിന്റെ തലയിൽ തന്ന് നിന്റെ സഹോദരന്മാർക്ക് മീതെ, നിന്റെ പേരൻസിന് മീതെ ഹല്ലേലൂയ അവരുടെ കണ്ണുകൾക്ക് യേശുവിന്റെ നാമത്തിൽ ആശ്ചര്യം തോന്നുമാറ് ഒരു അഭിഷേകം നിന്റെ തലയിൽ തരാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി നീ അതിനൊരുക്കമാണോ?
യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിന്നോട് ചോദിക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന, വളരെ സങ്കട താഴ്വരയിലൂടെ കിടക്കുന്ന, യേശുവിന്റെ നാമത്തിൽ ആടുകളെ മേയിച്ചു മാത്രം കിടക്കുന്ന, ഹല്ലേലൂയ, അവനെ സ്വർഗം എന്ത് ചെയ്തു? കണ്ടെത്തിയെന്ന സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഒരു രണ്ട് കണ്ണുകൾ നിന്നെ തേടി വരുന്നുണ്ട് കേട്ടോ. ഹാലലൂയ, ഞാൻ ആത്മാവിൽ പറയട്ടെ, സ്തോത്രം. രണ്ട് കണ്ണുകൾ നിന്നെ തേടി വരുന്നുണ്ട്. അത് സാധാരണ നഗ്നമായ നേത്രങ്ങളല്ല കേട്ടോ, മാനുഷിക നേത്രങ്ങളല്ല. മാനുഷിക നേത്രങ്ങൾ നിന്റെ പിന്നാലെ ഇല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ അപ്പന്റെ കണ്ണ് നിന്റെ പിന്നാലെ ഇല്ല. എനിക്കറിയത്തില്ല, ഈ രാത്രി പരിശുദ്ധാത്മാവ് ആരെയൊക്കെ നോക്കി പറയുന്നു, നിന്റെ അമ്മയുടെ കണ്ണുകൾ നിന്റെ പിന്നാലെ ഇല്ല കേട്ടോ. ഹല്ലേലൂയ, നീ അവരുടെ ചിന്തയെ പോലുമില്ല. യേശുവിന്റെ നീ സ്നേഹിക്കുന്ന സഹോദരന്മാരുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ പിന്നാലെ ഇല്ല. അവരുടെ ചിന്തയിലോ അവരുടെ ഓർമ്മയിലോ ഒന്നും നീ ഇല്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇശായി പണ്ടേ പറഞ്ഞേനെ ഒരുവൻ ഉണ്ടായിരുന്നെന്ന്. ശമൂവേൽ ചോദിച്ചു, മക്കളെല്ലാം ആയോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരുവൻ ഉണ്ടെന്ന് പറഞ്ഞത്. അവരുടെ ചിന്തയെ പോലും ദാവീദില്ല, അവരുടെ ഓർമ്മയെ പോലും ദാവീദില്ല. പക്ഷെ ഇന്ന് രാത്രി യേശുവിന് അപ്പന്റെ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണില്ലെങ്കിലും സഹോദരങ്ങളുടെ കണ്ണില്ലെങ്കിലും ഞാൻ ആത്മാവിൽ സന്തോഷത്തോടെ എന്തോ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര നിയോഗം ആത്മാവ് തരുന്നുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത രണ്ട് കണ്ണുള്ള ഒരുവന്റെ കണ്ണ് യേശുവിന്റെ നാമത്തിൽ നിന്റെ നേരെയുണ്ട്. സഹോദര സഹോദരി, ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അവൻ നിന്റെ ചലനം അറിയുന്നുണ്ട്. നീ എവിടെയാണെന്ന് അവൻ അറിയുന്നുണ്ട്. നീ എന്തെടുക്കുവാന്ന് അവൻ അറിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ ഒറ്റപ്പെട്ടവനെ പോലെ, നീ ഒറ്റപ്പെട്ടവളെ പോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു മുറിക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു പുതപ്പുമായി, ഒരു പായുമായി, യേശുവിന്റെ നാമത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നിന്നെ സ്വർഗത്തിലെ ദൈവം തന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് അവൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്ന് ആമേൻ പറയണം. അഗ്നിജ്വാലയ്ക്കൊത്ത രണ്ട് കണ്ണുകൾ അത് നിന്റെ കൂടെയുണ്ട് കേട്ടോ. പുറത്തെത്തിക്കേണ്ട സമയത്ത്, എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പുറത്തെത്തിക്കേണ്ട സമയത്ത് അവൻ നിന്നെ എത്തിച്ചിരിക്കും. എത്ര ഒറ്റപ്പെട്ട് കിടന്നാൽ, ആരും വിളിച്ചില്ലെങ്കിലും, യേശുവിന്റെ നാമത്തിൽ വീട്ടിലെ കാര്യങ്ങൾ നിന്നെ അറിയിച്ചില്ലെങ്കിൽ, റിഖാമാന ശബ്ദനാദിയാന, വീട്ടിൽ നടക്കുന്ന സന്തോഷത്തിന്റെ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ, വീട്ടിൽ നടക്കുന്ന വീതം വെപ്പിന്റെ കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന ആനന്ദത്തിന്റെ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ അറിയിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി നീ സങ്കടപ്പെടരുത്. അവിടെ നിന്നൊരു കോൾ വരാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ രാത്രി ഏറ്റെടുത്തു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു കോൾ വരാൻ പോവാ. എന്തിനാ? നിന്നെ തേടി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ തേടി ഒരു അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് നിന്റെ വീട്ടിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല ആരോടോ ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, എടാ നീ കിടക്കുന്നത് വനാന്തരത്തിലാണ്. ദാവീദേ, നീ കിടക്കുന്നത് ആടുകളുടെ കൂടെയാണ്. ദാവീദേ, നീ കിടക്കുന്നത് ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. പക്ഷെ നിന്റെ വീടിനകത്തൊരു അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തു. നിന്റെ വീടിനകത്ത് ഒരു തൈലക്കൊമ്പ് വന്നിട്ടുണ്ട്. അത് ചേട്ടനുള്ളതല്ല, അത് പട്ടാളത്തിലുള്ള പ്രിയപ്പെട്ടവർക്കല്ല, നിന്നേക്കാൾ വിദ്യാഭ്യാസം കൂടിയവർക്കല്ല, നിന്നേക്കാൾ പൊക്കം കൂടിയവർക്കല്ല, നിന്നേക്കാൾ ശ്രേഷ്ഠത കൂടിയവർക്കല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്. ആ തൈലക്കൊമ്പ് നിനക്ക് വേണ്ടി വേർതിരിച്ച്, നിനക്ക് വേണ്ടി മാറ്റിവെച്ച, നിനക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ച ഒരു തൈലക്കൊമ്പാണ് ആ തൈലക്കൊമ്പ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക്. ഹല്ലേലൂയ, നിന്റെ വീട്ടിൽ നിന്ന് ഒരു കോള് വരാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഒറ്റപ്പെട്ട ഇടത്ത് നിന്ന് ദൈവമായ കർത്താവ് നിന്നെ വിളിച്ചിറക്കാൻ പോകും. സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നു എനിക്കറിയാം, എങ്കിലും പരിശുദ്ധാത്മാവ് തന്നതായതുകൊണ്ടാണ് ഞാനൊരു ചില മിനിറ്റുകൾ അവിടെ നിന്നത്. കേട്ടെ, എൻ്റെ ദാസനായ ദാവീദിനെ എന്ത് ചെയ്തു? കണ്ടെത്തി. കേട്ടോണേ, സ്തോത്രം. അവനെ എന്ത് ചെയ്തെന്നറിയാമോ? അഭിഷേകം ചെയ്തു. അവനെ കണ്ടെത്തുമ്പോൾ അവന് പ്രധാനപ്പെട്ട 3 ഗുണങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്നാണ് 19ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, കേട്ടോണേ, ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വൃതനെ ഉയർത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ദാവീദിന്റെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 1, അവൻ വീരനായിരുന്നു. 2, അവനൊരു വൃതനായിരുന്നു. 3, അവൻ എൻ്റെ ദാസനായിരുന്നു. കേട്ടോണേ, സ്തോത്രം. 1, അവൻ വീരനായിരുന്നു. എന്താണ് അവന്റെ വീരത്വം? നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. താൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ നടക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും ആടുകളുടെ നേരെ ചാടി വീണു. കേട്ടോണേ, ആ ചാടി വീണതിനെ രക്ഷിക്കാൻ എന്ത് ചെയ്തു?
ഈ ദാവീദ് ആ സിംഹത്തിന്റെയും കരടിയുടെയും നേരെ എന്ത് ചെയ്തു? ചാടി വീണിട്ട് അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. കണ്ടോ, അവൻ വീരനാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, ജനത്തിൽ നിന്നൊരു വൃതൻ. സ്തോത്രം. ആരാ വൃതൻ? നമുക്ക് ഒരുപാട് വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. വ്രതം എടുക്കുന്നവനെയാണ് വൃതൻ എന്ന് വിളിക്കുന്നത്. വ്രതം എടുക്കുന്നത് ആരാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം ചിലതൊക്കെ വേണ്ടാന്ന് വെച്ച് ചിലതൊക്കെ മാറ്റിവെച്ച് ജീവിക്കുന്നയാളെ വിളിക്കുന്ന പേരാണ് വൃതൻ. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് ആരായിരുന്നു? വൃതനായിരുന്നു. 3, എന്റെ ദാസൻ. കണ്ടോ, ഹല്ലേലൂയ. സ്വർഗം പറയുക, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ, ഹല്ലേലൂയ, മനുഷ്യരുടെ ദാസന്മാരാകാൻ ഒത്തിരി പേരെ കിട്ടും. അങ്ങനെ കിട്ടുന്ന കാലഘട്ടത്തിൽ സ്വർഗം പറയുന്നു, അവൻ എന്റെ ദാസനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനാകാമോ? ഹല്ലേലൂയ ദൈവത്തിന്റെ വൃതനാകാമോ? ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ? ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങളാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തിട്ട് തന്റെ ഭരണം ആരംഭിച്ചു. എത്ര നല്ല കാലഘട്ടം! സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ദൈവകൃപയുള്ള ഇസ്രായേൽ ജനതയ്ക്ക് വളരെ ഒരു ഭംഗവുമില്ലാത്ത നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ദാവീദിന്റെ സ്തോത്ര. ഹൃദയത്തെ ദൈവം പറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി 2 ശമൂവേലിന്റെ പുസ്തകം 21 പറയുന്നുണ്ട്, ഹല്ലേലൂയ, നീ ഇസ്രായേലിന്റെ ദീപമാണ്. കണ്ടോ, ദാവീദിനെ കുറിച്ച് പറയുക, നീ ചില്ലറക്കാരൻ അല്ലടയർക്ക, നീ ആരാ? നീ ഇസ്രായേലിന്റെ വെളിച്ചമാണ്, ഇസ്രായേലിന്റെ ദീപമാണ് നീ. കണ്ടോ, അപ്പൊ എങ്ങോ കിടന്ന ഒരുത്തനെ ദൈവമായ കർത്താവ് പൊക്കി കൊണ്ടുവന്ന അകത്തേക്കിട്ടിട്ട് സ്തോത്രം അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഇസ്രായേലിന്റെ ദീപമാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് ദൈവമായ കർത്താവ് പറയുകയാണ്. അപ്പൊ കേട്ടെ, ഇവൻ ആരായിരുന്നു? വിശ്വസ്തനായി മാറി. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പക്ഷേ ദാവീദിന് ശേഷം വന്ന തൻ്റെ മകനായ ശലോമോൻ, ഹല്ലേലൂയ, അവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അവൻ ജ്ഞാനസമ്പൂർണനായി മാറി 1000 ഹോമയാഗം ദൈവത്തിന് വേണ്ടി കഴിച്ചു. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. പക്ഷേ ഹല്ലേലൂയ ശലോമോൻ യഹോവയെ സ്നേഹിച്ചെന്നൊക്കെ 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ സമയം പോകുന്ന മുഖാന്തരം പെട്ടെന്ന് അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണേ. അവനെ ആദ്യം യഹോവയെ സേവിച്ചു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് അവൻ അവിശ്വസ്തനായി മാറി. കാര്യം എന്താണെന്നറിയാമോ? അന്യജാതിക്കാരികളായ സ്ത്രീകളെ വിവാഹം ചെയ്തത് കൊണ്ട് അവരുടെ ദേവന്മാരിലേക്ക് സ്തോത്രം ശലോമോന്റെ ഹൃദയത്തെ അവർ വശീകരിച്ചത് നിമിത്തം, സ്തോത്രം, ഒരു രാജാവിന് ഏർപ്പെടാൻ പറ്റാത്ത ബന്ധത്തിൽ, ഒരു രാജാവിന് ചേർച്ചയില്ലാത്ത കാര്യങ്ങളിൽ ഈ ശലോമോൻ രാജാവ് ചെന്ന് ചേർന്നത് കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി മാറി. ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 11:4, 11:23, 11:26 ഹല്ലേലൂയ 3 പ്രതിയോഗിയാണ് ദൈവമായ കർത്താവ് ശലോമോന് എതിരായി എഴുന്നേൽപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കൊച്ചു സന്ദേശം അവസാനിപ്പിക്കാം. ശൗൽ ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചു, അവനെ രാജസ്ഥാനത്ത് നീക്കി. 2, ദാവീദ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായി മാറി. ദൈവമായ കർത്താവ് ഇസ്രായേലിനെ വെളിച്ചമാക്കി, ദീപമാക്കി മാറ്റി. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. 3, അവൻ്റെ മകനായ ശലോമോൻ, സ്തോത്രം, ഹല്ലേലൂയ, ശലോമോന് രാജ്യത്വം കൊടുത്തതും സ്തോത്രം ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരു മകന് വരേണ്ടതായിരുന്നു, ഹല്ലേലൂയ, ദാവീദിന്റെ മറ്റൊരു മകന് വരേണ്ടതായിരുന്നു രാജ്യത്വം. പക്ഷെ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഞാൻ രാജ്യത്തെ മറിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. മറിച്ചെന്നൊക്കെയുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ട്. വോട്ട് മറിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്തോത്രം, ഇതങ്ങനെ കാശ് കൊടുത്ത് മറിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം മറിക്കുന്ന മറിപ്പ. അങ്ങനെ സ്തോത്രം ദൈവം മറിച്ചാണ് ഹല്ലേലൂയ ശലോമോന് രാജ്യത്വം കൊടുത്തത്. പക്ഷേ അവൻ രാജ്യത്വത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട്, അവിശ്വസ്തനായി മാറിയത് കൊണ്ട് ദൈവമായ കർത്താവ് അവൻ്റെ രാജ്യത്വത്തെ പറിച്ചു കീറിക്കളഞ്ഞു. അവൻ്റെ രാജ്യത്വത്തെ 2 പീസാക്കി കളഞ്ഞു. ഇന്ന് രാത്രി ഇങ്ങനെ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിന്നാൽ, നമ്മുടെ കുടുംബവും നാമും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ അവൻ നമ്മളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്ന ദൈവമാണ്. ആ നല്ല കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ കൊച്ചു സന്ദേശം എവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.